വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പദ്ധതിയുമായി വനം വകുപ്പ്. പദ്ധതിയുടെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും ജനജാഗ്രതാ സമിതി യോഗങ്ങൾ ചേർന്ന് PRTകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി. വേനൽ കടുക്കുന്നതോടെ മലയോര മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്തുന്നതാണ്. കാട്ടാനശല്യം രൂക്ഷമായ ശാന്തമ്പാറ അടക്കമുള്ള പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യത്തിന് തടയിടാനുള്ള പദ്ധതികൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 10 കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനജാഗ്രതാ സമിതി യോഗങ്ങൾ ചേരുകയും പ്രതിരോധ മാർഗങ്ങൾ ചർച്ച ചെയ്യുകയും ഒപ്പം നാട്ടുകാരെ ഉൾപ്പെടുത്തിയുള്ള PRTയുടെ പ്രവർത്തനവും വനം വകുപ്പ് ശക്തിപ്പെടുത്തി വരുന്നു. വനം വകുപ്പിന് മാത്രമായി പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയില്ലെന്നും അതിനാൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും പൊതുജനങ്ങളുടെ സഹായത്തോടെയുമാണ് പ്രതിരോധ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA ജോൺസൺ പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഒരു 10 കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ ജനജാഗ്രതാ സമിതി യോഗങ്ങൾ ചേരുകയും അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ വനംവകുപ്പ് മാത്രമല്ല പഞ്ചായത്ത്, പോലീസ്, റവന്യൂ വകുപ്പ് അങ്ങനെ മറ്റെല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ട് ഒരു സംയുക്തമായിട്ട് ഈ പറയുന്ന വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള പ്ലാനാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ഈ പറയുന്ന RRT ഉണ്ട്. മറിച്ച് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു PRT എന്ന് പറയുന്നത് നമ്മൾ രൂപീകരിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി ശാന്തമ്പാറ പഞ്ചായത്തിലെ ജനജാഗ്രതാ സമിതി യോഗം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു. പോലീസ്, റവന്യൂ, വനം, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ഇടുക്കി.